മഹാദൈവവും രക്ഷിതാവും നിത്യപിതാവുമായിരിക്കുന്ന യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മെസ്സേജിൽ എന്നെ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവും ദൈവവുമായ യേശു മശിഹായുടെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തേക്ക് ഈ മെസ്സേജിലേക്ക് എടുത്തിരിക്കുന്ന വിഷയം എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഫേസ്യർക്ക് പറയുന്നു, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 17-ാമത്തെ അധ്യായത്തിൽ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ, ഈ ഒരു വാക്യം പല അന്യസുവിശേഷക്കാർക്ക് ഒരു പോയിൻ്റായിട്ട് മാറുന്നതായി നമ്മൾ കാണുന്നു. അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശം പ്രാപിച്ച് തൻ്റെ ഹിതത്തിൻ്റെയും ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെയും നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടു മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായി ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഈ എഴുത്തെഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇങ്ങനെ സമാധാനത്തിൻ്റെ വാക്യങ്ങളിൽ ദൈവവും പിന്നെ വേറെ കർത്താവും എന്ന് പലർക്കും അങ്ങനെ അങ്ങനെ തോന്നാം എന്ന് ഉള്ളതാണ് ആ വചനത്തിൻ്റെ ആ വെളിപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. എന്തുകൊണ്ട് വചനം അങ്ങനെ എഴുതിയിരിക്കുന്നു? വചനം മനഃപൂർവം ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ കർത്താവ് പാറയെന്ന് വിളിച്ച പത്രോസ്, ആ പത്രോസ് 1 പത്രോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചും ഇരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൻ്റെ മേൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനമാകുന്നു. അപ്പോൾ ദൈവം വചനമായിരിക്കുന്ന പാറയായിരിക്കുന്നവനെ, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ ആണ് മൂലക്കല്ലെന്നും അത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യത ഉണ്ടാക്കുന്നതും വിശ്വസിക്കാത്തവർക്കോ അത് ഇടർച്ചക്കല്ല്
തടങ്കൽ പാറ, അതായത് തട്ടി വീഴുന്ന പാറയായി മാറും. അത് അവർക്ക് ഇടർച്ചയ്ക്കും അവർ നഷ്ടമായി പോകുവാനും അല്ലെങ്കിൽ അവർ അതേ തട്ടി വീഴുവാനും അതിന് കാരണമായി തീരുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ വചനം അങ്ങനെ തന്നെയാണ്. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ എന്നും എന്തുകൊണ്ട് നീ പാരബിൾസിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ദൈവം വെളിപ്പാട് നൽകുന്നത്. അപ്പോൾ ഹെബ്രായർ 1 പറയുന്നത് പോലെ ദൈവം പണ്ട് ഭാഗമായി പ്രവാചകനിൽ കൂടെയും ഇന്ന് ഈ അന്ത്യകാലത്ത് ദൈവം പുത്രനിൽ കൂടെയും അരുളി ചെയ്തിരിക്കുന്നു, തൻ്റെ വചനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സൗഖ്യം തരുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ഏകപുത്രനിൽ കൂടെ ഈ അന്ത്യകാലത്ത് ദൈവം സംസാരിക്കുകയും ഇന്ന് പല പുത്രന്മാരിൽ കൂടെയും ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്കും എന്നിലേക്കും എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ ഭാഗമായിട്ട് മാത്രമേ വെളിപ്പാടുകൾ ഏവർക്കും കടന്നു വരൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വെളിപ്പാടിൻ്റെ പൂർണ്ണതയ്ക്കായി നമ്മൾക്ക് കാത്തിരിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുന്ന ആ വ്യക്തത എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇല്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവൻ പറയുന്നു, ക്രിസ്തുവിൽ ആണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 1 കൊരിന്ത്യരിൽ പറയുന്നു, ക്രിസ്തുവാണ് ശരീരം, ദൈവം ഒരുവൻ മാത്രമാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പല അവയവങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പല വരങ്ങൾ, ഒരു ശരീരം മാത്രം, ഒരു ശരീരവും അതിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും, ഒരു ആത്മീയ ശരീരമാകുന്നു ദൈവം, ആ ഒരു ആത്മാവാകുന്നു ദൈവം എന്നുള്ള വളരെ വ്യക്തമായ വെളിപ്പാടുകൾ പൗലോസിന് ഈ ലേഖനങ്ങൾ ഒക്കെ എഴുതുമ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്, ഇംഗ്ലീഷിൽ ഇച്ചിരൂടെ അത് ക്ലിയർ ആയിട്ട് പറയുന്നു, ദാറ്റ് ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് ഹി മൈറ്റ് ഗ്യാദർ ടുഗെദർ ഇൻ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും ക്രിസ്തുവിൽ ഒന്നിക്കും. എപ്പോഴാകുന്നു അത്? സമയത്തിൻ്റെ സമ്പൂർണതയിൽ, കാലസമ്പൂർണതയിൽ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളെ അവിടെ കണ്ടു. ഒന്ന്, ഭാഗമായി ദൈവം വെളിപ്പാടുകളെ നൽകുന്നു. ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് അത് മനസ്സിലാകുന്ന വചനവും മറ്റുള്ളവർക്ക് അത് തടങ്കൽ പാറയും ആയിത്തീരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ 1-2 ഭാഗത്തിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് മാത്രം കാണുന്നത് എടുത്ത് നടക്കുന്ന ഇന്ന് ഉള്ള ആയിരക്കണക്കിനുള്ള അന്യസുവിശേഷക്കാരെ കേട്ടാൽ, ഇങ്ങനത്തെ വചനം മാത്രം വായിച്ചുകൊണ്ട് തൻ്റെ ഡോക്ട്രീൻ അല്ലെങ്കിൽ ഉപദേശം സ്ഥാപിക്കുന്നവരെ കേട്ടാൽ നമുക്കും അങ്ങനെ തോന്നാം. പക്ഷേ വചനത്തിൽ പൂർണ്ണമായി കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. അത് ആത്മാവിൻ്റെ വെളിപ്പാട് കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആത്മാവിനെ ലഭിക്കണമെങ്കിലോ പാറയാക്കി ദൈവം പാറയെന്ന് വിളിച്ച പത്രോസിൽ കൂടെ വെളിപ്പെട്ട കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ വചനം
പത്രോസിൻ്റെ വായിൽ കൂടെ വന്നത് എന്താകുന്നു? ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അവിടുത്തെ യെരുശലേമിലുള്ള യഹൂദന്മാർ ചോദിച്ച കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? യഹൂദന്മാരായിരിക്കെ സകലത്തിനും അവർക്ക് അധികാരമുള്ളവരായിരിക്കെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും ആ ഇസ്രായേൽ രാജ്യത്തിൻ്റെ പൗരത്വത്തിനും അവകാശമുള്ളവർ ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? പത്രോസ് അവരോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിനായി സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടെ വെളിപ്പെടുത്തിയ ഓരോ കാര്യങ്ങളെയും നിങ്ങളിൽ ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആത്മാവാൽ ഞങ്ങളിൽ വെളിപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഈ വചനങ്ങൾ ഒന്നും 2 വ്യക്തികളെ കാണിക്കുന്നതല്ല, ഒരേ ദൈവത്തിൻ്റെ 2 രീതിയിലുള്ള പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 66-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 1-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രമസ്ഥലം ഏത്? എൻ്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായി മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ ദൈവം സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. സ്വർഗം അവൻ്റെ സിംഹാസനമാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എപ്പോഴും അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അല്ല ദൈവം. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സകല പ്രപഞ്ചത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്നു. പാദപീഠം എന്ന് പറഞ്ഞാൽ ഭൂമി അവൻ ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാകുന്നു. മനുഷ്യനെയാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കുകയും മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയാണ്. പാദപീഠം എന്ന് പറഞ്ഞാൽ ജാതികളിൽ ഉള്ള അവർ ആരെങ്കിലും ഒരു മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർ വണങ്ങുന്നു. പക്ഷേ ഈ ഏകദൈവ വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരുവനെ മാത്രം നമ്മൾ വണങ്ങുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എന്ന ആ സങ്കല്പത്തെ മാത്രമാണ്. അപ്പോൾ അവൻ്റെ പാദമിരിക്കുന്നത് ഭൂമിയിലാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ പാപത്തിൽ വീണപ്പോൾ ദൈവം മുൻകൂട്ടി കരുതിയതുപോലെ അവൻ കാലസമ്പൂർണതയിൽ ഒരു രക്ഷകനെ അവരെ പോലെ ജഡവും രക്തവും ഉള്ളവനായി അയക്കുകയും അല്ലെങ്കിൽ ദൈവം തന്നെ ജഡമെടുത്ത് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ന് വചനം നമ്മളെ കാണിച്ചു തരുന്നു. പക്ഷേ മനുഷ്യനായി ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ആണ് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാകുന്നു. പിന്നെ ഒരു കാര്യം ഇവിടെ നമ്മൾ കണ്ടത്, ഏതുവിധ ആലയം ആണ് നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്നത്? 1 രാജാക്കന്മാർ അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു, ഈ ശലോമോൻ ദൈവം പറഞ്ഞതുപോലെ തൻ്റെ ദാവീദ് എന്ന പിതാവ് പറഞ്ഞതുപോലെയും ദൈവം അവനെ കൊണ്ട് അറിയിച്ച് ചെയ്യിപ്പിച്ചതുപോലെയും ദൈവം അവനിൽ കൂടെ ഉണ്ടാക്കിയ ആലയം, ഭൂമിയിൽ ഒരു ആലയം മാത്രമേ ദൈവം പണിയുവാൻ പറഞ്ഞുള്ളൂ. ആ ആലയം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നും
പ്രാർത്ഥിക്കുന്ന സമയത്ത് ശലോമോൻ പറയുന്ന ഒരു കാര്യം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചോളം ദൈവം ഒരു ആലയം പണിയുവാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആ ആലയത്തിൽ വസിക്കുകയും അവിടെ ഷക്കീന ഗ്ലോറി അവർ കാണുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ കാണുകയും ചെയ്തു എങ്കിലും ആ ആലയത്തെ നോക്കി അവർ യഹോവയായ ദൈവത്തെ വിളിക്കുമ്പോൾ അവർ മാത്രമല്ല, ജാതികൾ പോലും വിളിച്ചാൽ, ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജാതികൾ പോലും വിളിച്ചാൽ നീ അവരുടെ യാചനകളെ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ആ ആലയത്തിലേക്കാണ് നോക്കുവാൻ പറയുന്നത്. അപ്പോൾ തന്നെ പറയുന്നു, യഥാർത്ഥമായി സ്വർഗത്തിലും നീ അടങ്ങുകയില്ല എന്നുള്ള വാക്യം. അപ്പോൾ ദൈവം സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്, ഓംനി പ്രസൻറ്റ് ഗോഡാണ്. അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ എങ്ങനെ ഒരു ആലയത്തിൽ വസിക്കും? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ ആലയത്തെ പോലെ, പുതിയ നിയമത്തിലെ ആലയം പോലെ, ഒരു ആലയം മാത്രം, ആ ആലയം ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ ആലയത്തിൽ കടന്നു വന്നിട്ട് പുതിയ നിയമത്തിലെ ആലയത്തെ പറ്റി പറയുമ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ആ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവൻ അല്ലായിരുന്നു. അത് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് പൗലോസ് കണ്ടത്. പൗലോസ് ആ ഒരു ഭാഗം അല്ല എഴുതുന്നത്. പൗലോസ് എഴുതുന്നത് വാഴ്ത്തപ്പെട്ട ആ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ, ആദിയിൽ എനിക്ക് നിന്റെ കൂടെ ഉണ്ടായിരുന്ന മഹത്വം പോലെ എന്നെ വാഴ്ത്തണമേ എന്ന് പറഞ്ഞ് ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ്, പ്രകാശമായ കർത്താവിനെയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ പെർസിക്യൂട്ട് ചെയ്യുന്ന യേശു മശിഹ തന്നെ എന്ന് അവിടെ പറഞ്ഞ്, അങ്ങനെ കർത്താവായ യേശു മശിഹായെ അറിഞ്ഞ പൗലോസാണ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെ സകലവും സ്വർഗത്തിലെയും ഭൂമിയിലെയും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവനിൽ ഏകീകരിക്കുമ്പോൾ ആ ഒരു ദിവസം ആ സമ്പൂർണതയെ പറ്റി പറയുന്ന, കാലസമ്പൂർണതയിൽ അങ്ങനെയാകും എന്ന് പറയുന്ന ആ ശരീരത്തെ പറ്റി നമുക്ക് ഊഹിക്കാനും പോലും പറ്റത്തില്ല. അപ്പോൾ പിന്നെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പിന്നെയും സകലത്തെയും നിറയ്ക്കുന്നവൻ ആയിത്തീരുവാൻ തന്നെ ആയിരുന്നു. ആദ്യം അവൻ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമായിരുന്നു. എന്നാൽ കാലസമ്പൂർണതയിൽ അവൻ ഒരു പുത്രൻ്റെ ശരീരമെടുത്ത്, പുത്രൻ്റെ പദവിയെടുത്ത് ഒരു രക്ഷാനായകനായി ഈ ലോകത്തിൽ കടന്നു വരുന്നു. അങ്ങനെ ആദിയിൽ വചനം ദൈവം ആയിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, ഒരു ശരീരമായിരുന്നവൻ, ഒരേ ശരീരത്തെ അവയവമായിരുന്നവൻ, ആ ശരീരത്തിൻ്റെ അവയവം ആ ശരീരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു വ്യക്തിയായി തീരുന്നില്ല. എൻ്റെ കിഡ്നി അല്ലെങ്കിൽ എൻ്റെ ഹൃദയം എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഹൃദയം വേറെ ഒരു വ്യക്തിയായി തീരില്ല. ഒരേ ശരീരം, ആ ശരീരത്തിൻ്റെ പല അവയവങ്ങളെ പോലെയാകുന്നു ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. ഒരു ശരീരം മാത്രമെന്ന് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ വചനം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു, ആ ആത്മീയ ശരീരത്തിലെ ഒരു അവയവം തന്നെയായിരുന്നു. ആ അവയവമായിരുന്ന വചനം ദൈവമായിരുന്ന
ആ വചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ആയിരുന്ന ആ വചനം സമയമായപ്പോൾ ജഡം ആയി തീർന്നു, ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്വർഗം എൻ്റെ സിംഹാസനം എന്ന് പറയുന്നവൻ പാദപീഠത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ മുൻകൂട്ടി അവൻ തിരഞ്ഞെടുത്തവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവരെ പോലെ ജഡവും രക്തവും ഉള്ളവനായി ഈ ലോകത്തിൽ പുത്രന്മാരുടെ പോലെ തന്നെ പുത്രന്റെ പദവി എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നു. ദൈവത്തിൻ്റെ ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന അവർക്ക് അധികാരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ പദവി ലഭിക്കുന്ന ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കുന്നവർ, വീണ്ടും ജനിക്കുന്നവർ. അങ്ങനെ അവൻ മറിയയുടെ ഗർഭത്തിൽ തന്നെ ആത്മാവാൽ ജനിച്ചതുകൊണ്ട് ദൈവപുത്രൻ എന്ന പദവി, അവൻ സൃഷ്ടിയുടെ ഭാഗമായി തീർന്നു. ദൈവം പറയുന്നു, ഭൂമി എൻ്റെ പാദപീഠത്തിൽ അവനെ ആരാധിക്കുന്നവരുടെ പോലെ ജഡവും രക്തവും ഉള്ളവരായി അവൻ ഈ ലോകത്തിൽ കടന്നു വന്നു. അവൻ ഇവിടെ കടന്നു വരുമ്പോൾ വചനം ജഡമായി തീർന്നു. യെരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവം ആകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ഈ ലോകത്തിൽ ജഡത്തിൽ വരുന്നവർ എല്ലാം ദൈവപുത്രന്മാർ ഉൾപ്പെടെ മനുഷ്യർ ആയിത്തീരുന്ന എല്ലാവരും ആ ജഡത്തിൻ്റെ ദൈവം യഹോവയായ ദൈവം തന്നെ എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവർക്കൊരു ദൈവമേ ഉള്ളൂ, ആ ദൈവം യഹോവയായ ദൈവമാണ്, അവരിൽ ശ്വാസം തന്ന ഏക സത്യ ദൈവം തന്നെ ആ ജഡത്തിൻ്റെ ദൈവം ആകുന്നു. പക്ഷേ അവർ സാത്താൻ്റെ കെണിയിൽ വീണ്, ചിലർ സാത്താൻ്റെ കെണിയിൽ വീണ് അവനെ ദൈവമായി പല സങ്കല്പങ്ങളിൽ ആരാധിക്കുന്നു. പക്ഷേ ഏകസത്യ ദൈവമായ യഹോവയെ ആരാധിക്കുന്നവർ ആ ജഡത്തിൻ്റെ, അവർക്ക് ജഡം നൽകിയ, ആ ജഡത്തിനകത്ത് ശ്വാസം നൽകിയ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ആ ദൈവം ആരെന്ന് അറിയുകയും, അങ്ങനെ അവർ മാത്രം പിതാവായ ദൈവം, ഏക ദൈവമേ നമുക്ക് ഉള്ളൂ എന്ന് 1 കൊരിന്ത്യർ 8:6 പറയുന്നത് പോലെ അവർ കണ്ടെത്തും. അപ്പോൾ വചനം ജഡമായി ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ആ ജഡത്തിന് ഒരു ദൈവമുണ്ട്. ഞാൻ സകല ജഡത്തിൻ്റെയും, സകല എന്ന് വെച്ചാൽ ഒരു ജഡവും അതിനകത്ത് എക്സ്ക്ലൂഷൻ അല്ല. വചനം ജഡമായി തീരുമ്പോൾ ആ ജഡത്തിന് ഒരു ദൈവമുണ്ട്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആ പുത്രൻ എന്ന പദവിയിൽ ഈ ലോകത്തിൽ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിന് പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അത് ജഡത്തിൽ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അവൻ സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, അവൻ ആദിയിൽ ഉള്ളവൻ, സകലവും അവൻ മുഖാന്തരം, അതായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ സകലത്തെയും സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, ആ ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരം സകലവും സൃഷ്ടി ചെയ്തവൻ. അവൻ സൃഷ്ടി അല്ല, അവൻ സൃഷ്ടിയുടെ ഭാഗമായി തീർന്നോ എങ്കിൽ അത് മറിയയുടെ ഗർഭത്തിൽ മുതൽ മാത്രമാകുന്നു. അന്ന് അവൻ ഉരുവായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ആ മറിയയുടെ ഗർഭത്തിൽ ആ ജഡം
ഉരുവായി അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഭാഗമായി തീർന്നു. ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ആ ജഡത്തിന് ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്നു. സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയായ ദൈവം. പുതിയ നിയമത്തിൽ ദൈവം പുതിയ ഒരു നാമത്തെ വെളിപ്പെടുത്തും എന്ന് വളരെ വ്യക്തമായിട്ട് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 52-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അന്ന് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. എല്ലാ പ്രവൃത്തികളിലും തൻ്റെ പുതിയ നാമത്തെ വെളിപ്പെടുത്തുന്ന ഓരോ പ്രവൃത്തിക്കും ഓരോ നാമത്തെ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്ന യഹോവയായ ദൈവം, അവനാകുന്നു എന്ന് അർത്ഥം വരുന്ന യഹോവയായ ദൈവം, അവനാകുന്നു സമാധാനം, അവനാകുന്നു ജയക്കൊടി എന്ന് ഓരോ സമയത്തും പൂർണ്ണതയുള്ള തൻ്റെ നാമങ്ങളെ വെളിപ്പെടുത്തിയ ദൈവം പറയുന്നു. അന്ന് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും, അവനെ കണ്ട് അവർ വിശ്വസിക്കും. അവൻ ഞാൻ തന്നെ, അല്ലെങ്കിൽ ഐ ആം ഹീ. അവനെ കണ്ട് മനസ്സിലാക്കും ഞാൻ തന്നെ അവൻ എന്ന് വളരെ വ്യക്തമായിട്ട് യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 52-ാമത്തെ വാക്യം 52-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നിന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവരെ കൈക്കൊള്ളും. പക്ഷെ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു എന്ന നാമമെടുത്ത പുത്രൻ്റെ പിതാവിൻ്റെ നാമം എന്താകും? അത് പിതാവിൻ്റെ നാമത്തിൽ വന്നതാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അന്നത്തെ ആ ഒരു രക്ഷയുടെ വേലയോടനുബന്ധമായി ദൈവത്തിൻ്റെ നാമം എന്താകും? പിതാവിൻ്റെ നാമം എന്തായിരിക്കും? യേശു ക്രിസ്തു എന്ന് തന്നെയായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയല്ല. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിൻ്റെ കാരണഭൂതനും മനുഷ്യനെ സൃഷ്ടിച്ചവനും തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചവനും ഈ ലോകത്തിൻ്റെ ഉടയവനും സകല ശക്തിയും സർവശക്തനുമായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയ്ക്കായി മനുഷ്യൻ്റെ വേഷത്തിൽ വന്നപ്പോൾ അവൻ ഏകപുത്രൻ എന്ന പദവി എടുത്തത് കൊണ്ട് ദൈവം വേറൊരു ദൈവമായിരുന്നില്ല, അല്ലെങ്കിൽ ആ മധ്യസ്ഥൻ വേറൊരു ദൈവമാകുന്നില്ല. ആ മധ്യസ്ഥന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവത്തെ പറ്റിയല്ല അവിടെ പറയുന്നത്. ദൈവത്തിനൊരു ദൈവം ഇല്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, പിതാവായ ഏക ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം തന്നെ വചനം ആയിരുന്നു. ആ വചനം ദൈവം തന്നെ ആയിരുന്നു. ആ ദൈവം തന്നെ ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് രക്ഷയ്ക്കായിട്ട് ജഡവും രക്തവുമായി തീർന്നു. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്. മക്കൾ, അതായത് അപ്പൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവരെ പോലെ ജഡവും രക്തവുമായി ഈ ലോകത്തിൽ കടന്നു വന്നു. എന്തിനു വേണ്ടി? രക്ഷാനായകനാകുവാൻ വേണ്ടി. അവരുടെ രക്ഷാനായകൻ, അവരെ പോലെ ഉള്ള രക്ഷാനായകനാകുവാൻ വേണ്ടി. പക്ഷെ അവൻ അപ്പനായിരുന്നു. അവൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവൻ മക്കളെ പോലെ ആയിത്തീർന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നു. അതുകൊണ്ടാണ് പിതാവിൽ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളിൽ അല്ല വിശ്വസിക്കുന്നത്. ആ ദൈവം തന്നെ ജഡമെടുത്ത് ഞങ്ങളുടെ രക്ഷാനായകനായി വന്നു, അവൻ വേഷത്തിൽ മനുഷ്യനായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ സമാധാനവും കൃപയും സമാധാനവും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നുമുള്ള കൃപയും സമാധാനവും ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ രണ്ട് വ്യക്തികളിൽ നിന്നുമല്ല, ദൈവത്തിൻ്റെ രണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ പിതാവായ ഏക ദൈവം ഞങ്ങൾക്കുള്ളൂ.
കർത്താവായ യേശു ക്രിസ്തുവും ഞങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ ആ ദൈവം തന്നെ ജഡത്തിൽ ഒരു മനുഷ്യനെ പോലെ പദവിയിൽ ഒരു പുത്രൻ എന്ന പദവിയിൽ ഈ ലോകത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ രക്ഷാനായകനായി തീർന്ന്, ഞങ്ങൾക്കൊരു സഹോദരനായി തീർന്ന്, ഞങ്ങളുടെ ജഡത്തിലും രക്തത്തിലും അവൻ പങ്കുചേർന്നവനായി തീർന്നത് കൊണ്ട് അവൻ ഞങ്ങൾക്ക് സഹോദരൻ ആയി തീർന്നു. പക്ഷെ അവൻ മക്കളെയാണ് വീണ്ടെടുക്കുവാൻ വന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ നിത്യപിതാവാണ്. ഞങ്ങൾക്ക് അവൻ വേറൊരു വ്യക്തിയല്ല, ഏക സത്യ ദൈവമായ യഹോവയായ ദൈവം തന്നെ. യഹോവ ശുവ എന്ന നാമത്തിൽ, അതായത് യഹോവ തന്നെ എൻ്റെ രക്ഷകൻ എന്ന നാമത്തിൽ, യേശു മശിഹ എന്ന ആ നാമത്തിൽ കടന്നു വന്ന് ഞങ്ങളെ രക്ഷിച്ചവനാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ പിതാവ് അവൻ്റെ നാമവും യേശു ക്രിസ്തു എന്ന് തന്നെ എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് വേറൊരു ദൈവമില്ല, വേറൊരു രക്ഷിതാവുമില്ല. അവൻ തന്നെ ഞങ്ങളുടെ ദൈവവും അവൻ തന്നെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്നു എന്ന് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം ദൈവം ആത്മാവാൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളാലെല്ലാം ഈ കേൾക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഒരു വചനത്തിൻ്റെ സമ്പൂർണതയിൽ എത്തിച്ചേരുവാൻ കാംക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങളെ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.